نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഒരു മഹാനായ പ്രവാചകനെ ഓർക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹജ്ജിൻ്റെ ഓരോ കർമ്മത്തിനും ബലിയറുക്കലിനും ഒക്കെ ആ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തോടെ ഏറ്റവും ബന്ധം പുലർത്തുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. എല്ലാ ദിവസത്തെയും രാവിലെയും ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയത്. അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തുൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. പ്രഭാത പ്രാർത്ഥനയിൽ ഒരു മുഅ്മിൻ ഉൾപ്പെടുത്തേണ്ട വാചകങ്ങളാണിത്. ഇസ്ലാമിൻ്റെ ഫിത്രത്തിലും ഇഖ്ലാസിൻ്റെ കലിമത്തിലും ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലും റജുമാനസ്കനും മുസ്ലിമും മുശ്രിക്കുകളിൽ പെടാത്തവനുമായ ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിലുമായി കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഒരു മുഅ്മിൻ രാവിലെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയിലുള്ള വാചകങ്ങളാണ്. നമസ്കാരത്തിൽ ഒരു ദിവസം 20 തവണ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഓർക്കുന്നു. അഥവാ അത്തഹിയ്യാത്തിലെ സ്വലാത്തിൽ ഫറദായ നമസ്കാരത്തിൽ തന്നെ 20 തവണ ആ പ്രവാചകനെ ഓർക്കുന്നുണ്ട്. ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം? അദ്ദേഹം സിദ്ദീഖാണ്, സത്യവാനാണ്, സത്യം മാത്രം പറഞ്ഞവനാണ്. ഉദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുമറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയിൽ ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. സ്വർഗത്തിൽ വയോവൃദ്ധനായ ഒരാൾ കുട്ടികളുടെ കൂടെ കളിക്കുന്നത് കണ്ടപ്പോൾ അത് ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്ന് മറുപടി ലഭിച്ചു. അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായി അള്ളാഹു തെരഞ്ഞെടുത്തത് ഇബ്രാഹിം അലൈഹിസ്സലാമയെയാണ്. വത്തഖദല്ലാഹു
ഇബ്രാഹിമ ഖലീല, അല്ലാഹു ഇബ്രാഹിമിനെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്നവൻ എന്നാണ് ഖലീൽ എന്ന വാക്കിനർത്ഥം. അല്ലാഹു തആല സുഹൃത്തായി സ്വീകരിച്ച ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ 5 പേരാണ്. നൂഹ് അലൈഹിസ്സലാമും ഇബ്രാഹിം അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും ഈസാ അലൈഹിസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് ഈ 5 പേർ. അതിലെ ഒരുവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ജനങ്ങൾക്ക് ഇമാമാണ്. ഖാല ഇന്നി ജഅലുക ലിന്നാസി ഇമാമ, ഞാൻ നിന്നെ മനുഷ്യരുടെ നേതാവാക്കുകയാണ് എന്ന് അല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജനനം അത് ഇറാഖിലെ ബാബിലോണിയയിൽ ഹൂർ എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ജനിച്ച നാടിൻ്റെ അവസ്ഥ വിഗ്രഹാരാധന, വിഗ്രഹ വിൽപ്പന, പിതാവിൻ്റെ ജോലി. വിവേകമെത്തിയപ്പോൾ അള്ളാഹു പ്രവാചകനായി നിശ്ചയിച്ചു. പ്രബോധനം നിർവഹിക്കാൻ ചുമതലപ്പെടുത്തി. പിതാവ് ആസർ ഒരു വിഗ്രഹത്തെ വിൽക്കുന്ന ആളായിരുന്നു. ഭാര്യമാരായ ഹാജറയും സാറയും 2 ഭാര്യമാരിലും വളരെ കാലം കഴിഞ്ഞിട്ട് 2 മക്കളുണ്ടായി. അദ്ദേഹം ഹിജ്റ വന്നത് ഫലസ്തീനിൻ്റെ മണ്ണിലേക്കായിരുന്നു. ഖുർആൻ പറയുന്നുണ്ടത്. അദ്ദേഹത്തെ കുടുംബത്തിൽ നിന്ന് അകറ്റി ആസർ വീട്ടിൽ നിന്നിറക്കിയപ്പോൾ നേരെ വന്നത് ഫലസ്തീനിൻ്റെ മണ്ണിലേക്കാണ്, അഥവാ ഷാമിലേക്കാണ്. വനജൈനാഹു വലൂതൻ ഇലൽ അർളി ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടി നാം അനുഗ്രഹീതമായി വെച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശത്തേക്ക് അദ്ദേഹത്തെയും ലൂത്തിനെയും നാം രക്ഷപ്പെടുത്തിക്കൊണ്ടു വന്നു എന്ന് അല്ലാഹു തആല ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മക്കളാകുന്ന അനുഗ്രഹം ലഭിച്ചത് ഈ ഷാമിൽ വെച്ചായിരുന്നു. وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه مبين. ഇസ്ഹാഖ് എന്ന മകനെ പറ്റിയും അദ്ദേഹത്തിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു. സത്വത്തിൽപ്പെട്ട ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഹാജറയിൽ ഇസ്മായിലും സാറയിൽ ഇസ്ഹാഖും ഉണ്ടായി. അങ്ങനെ മക്കളെ കിട്ടി മുന്നോട്ട് പോകുന്ന ഒരു അനുഗ്രഹീതമായ കാലഘട്ടം ആ പ്രവാചകന്റെ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മക്കളില്ലാതെ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി മക്കളെ ചോദിച്ച് ജീവിച്ച വിഷമകരമായ ഒരു കാലഘട്ടവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തു. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹീൽ മൗത ഖാല വലം തുഅ്മിൻ ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, എൻ്റെ നാഥ, മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നുവെന്ന് എനിക്ക് നീ കാണിച്ചു തരണമേ. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ വലിയൊരാഗ്രഹമായിരുന്നു അത്. ഇങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം അല്ലാഹു തആല ചോദിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയോട്, അവലം തുഅ്മിൻ, മരിച്ചവർ ജീവിപ്പിക്കപ്പെടുമെന്ന് നീ വിശ്വസിച്ചിട്ടില്ലേ? അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മറുപടി എന്താണ്? ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അതെ, പക്ഷേ എൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാകുന്നു ഞാനത് നേരിട്ട് കാണണമെന്ന് പറയുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സംശയമുള്ളവരുണ്ടെങ്കിൽ അത് തീർക്കണമെന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അല്ലാഹു തആല എന്താണ് ഇത് ബോധ്യപ്പെടാൻ വേണ്ടി അദ്ദേഹത്തോട് കൽപ്പിച്ചത്? ഖാല ഫഖുദ് അർബഅതും മിനത് ത്വയ്ർ ഫസുർഹുന്ന ഇലൈക തുമ്മ ജഅല അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അ തുമ്മ ദഊഹുന്ന യഅതീനക സഅയം വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹു പറഞ്ഞു, എന്നാൽ 4 പക്ഷികളെ പിടിക്കുകയും അവയെ നിന്നിലേക്ക് അടുപ്പിക്കുകയും അവയെ കഷ്ണിച്ചിട്ട് അവയുടെ ഓരോ അംശം ഓരോ മലയിൽ വെക്കുക. എന്നിട്ട് അവയെ വിളിച്ച് അവ നിന്റെ അടുക്കലേക്ക് അപ്പോൾ ഓടി വരുന്നതാണ്. അല്ലാഹു പ്രതാപവാനും യുക്തിമാനുമാണെന്ന് നീ മനസ്സിലാക്കുകയും ചെയ്യുക. 4 പക്ഷികളെ പിടിച്ച് മുറിച്ച് കളഞ്ഞ് അതിനെ മിക്സ് ചെയ്ത് 4 ഭാഗങ്ങളാക്കി 4 പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുവന്ന് വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം ആ പക്ഷികളെ വിളിച്ചപ്പോൾ ആ കഷ്ണിച്ച പക്ഷികൾ അതേ രൂപത്തിൽ, പഴയ രൂപത്തിൽ തിരിച്ചു വരുന്ന അത്ഭുതകരമായ കാഴ്ച കാണിച്ചു കൊടുത്തിട്ടാണ് മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന കാര്യത്തിന് ആ നബിക്ക്
ഖലീലിന് തെളിവ് കാണിച്ചു കൊടുത്തത്. അങ്ങനെ യഖീനോടുകൂടി ആ തെളിവ് കണ്ടത് അദ്ദേഹത്തിനു മാത്രമല്ല, ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിൽ ഉറപ്പിച്ചു വേണം ജനങ്ങളോട് പറയാനെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ആ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. തൻ്റെ നാടിനെ കുറിച്ചുള്ള വേവലാതി ഇബ്രാഹിം അലൈഹിസ്സലാമക്കുണ്ടായിരുന്നു. ആ നാട് നിർഭയത്വമാകണം, നിർഭയമായ ഒരു നാടായിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹത്തിനായി ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയെപ്പറ്റി പറയുന്നത് وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر. എൻ്റെ രക്ഷിതാവേ, നീ ഇതൊരു നിർഭയമായ നാടാക്കുകയും ഇവിടുത്തെ താമസക്കാരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായ്ക്കനികൾ ആഹാരം നൽകുകയും വേണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. സന്താനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എനിക്ക് നല്ല സന്താനങ്ങളെ തരണമേ. ഇബ്രാഹിം അലൈഹിസ്സലാമയിലെ പാരന്റിങ്ങിന്റെ മാതൃകയാണ് നല്ല സന്താനങ്ങളെ തരണമെന്ന് സന്താനമുണ്ടാകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എനിക്ക് നബൂവത്ത് കിട്ടിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയെ അല്ലാഹു പരിചയപ്പെടുത്തിയത് അദ്ദേഹം വഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഖനീഫൻ വലൻ യകും മിനൽ മുശ്രികീൻ. തീർച്ചയായും ഇബ്രാഹിം അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നേർവഴിയിൽ നിന്നും വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയാകുന്നു, ഒരൊറ്റ വ്യക്തിയല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം എന്നത് ഒരു സമുദായമാണ്, ഒരു സമുദായത്തിന്റെ ഫലം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ട ആളായിരുന്നില്ല. ഇങ്ങനെ ധാരാളമായി ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഇബ്രാഹിം അലൈഹിസ്സലാമയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുള്ളതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കാര്യത്തിലും നമുക്ക് മാതൃകയുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കറിയിയ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഖദ് കാന ലക്കും ഉസ്വത്തുൻ ഫീ ഇബ്രാഹിം, നിങ്ങൾക്ക് ഇബ്രാഹിമിലും കൂടെയുള്ളവരിലും മാതൃകയുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ ജീവിതം എന്നത് ഏതിനാണ് മാതൃക? ദുനിയാവിന്റെ കാര്യത്തിനാണോ? സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല, നാളെ പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള മാതൃകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആരോട് തൗഹീദ് പറയണമെങ്കിലും അത് മുഖത്തു നോക്കി പറയുകയും അതിൻ്റെ പര്യവസാനത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്തിരുന്ന പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇതേ കാര്യമാണ് സഫാ മലക്കുമുകളിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തത്. ഇബ്രാഹിം നബി പിതാവിനോടും മാതാവിനോടും തൗഹീദ് പ്രസംഗിച്ചു. ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅൻ. അദ്ദേഹം പിതാവിനോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. എൻ്റെ പിതാവേ, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത വസ്തുവെ താങ്കൾ എന്തിനാരാധിക്കുന്നു? ആ ചോദ്യം പച്ചക്ക് ചോദിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് ധൈര്യമുണ്ടായിരുന്നു. അത് സ്വന്തം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന സ്വന്തം പിതാവിനോട് പോലും അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിച്ചില്ല. ഇനി എൻ്റെ ഭാവി എന്താകും എന്ന് ചിന്തിച്ചില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് മക്കളുണ്ട്, സത്യമറിഞ്ഞവർ പറയാൻ പേടിയാണ് പല ആളുകൾക്കും. ഇബ്രാഹിം നബിക്ക് തൗഹീദ് പറയാനുള്ള കരുത്ത് എവിടുന്ന് കിട്ടി? ആ കരുത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. യാ ബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം മാ ലം യഅതിക ഫത്തബിനി അഹ്ദിക സിറാത്തൻ സവിയ്യം. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, എൻ്റെ പിതാവേ, തീർച്ചയായും താങ്കൾക്ക് വന്നു കിട്ടിയില്ലാത്ത അറിവ് എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. ആകയാൽ താങ്കൾ എന്നെ പിന്തുടരും, ഞാൻ താങ്കൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം. അറിവാണ് പ്രധാനം. ഈ മാർഗം പിന്തുടർന്നില്ലെങ്കിൽ പിശാചിന്റെ കൂട്ടാളിയാവും. ശിർക്ക് ചെയ്താൽ പിശാചിന്റെ കൂട്ടാളിയാവും. പിന്നെ പിശാച് അവനെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് സ്വന്തം ബാപ്പയോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചിത്രം ചരിത്രത്തിലുണ്ട്. യാ ബതി യാ അബതി ലാ തഅബുദു ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ.
അല്ലാഹു എൻ്റെ പിതാവേ, താങ്കൾ പിശാചിനെ ആരാധിക്കരുത്. തീർച്ചയായും പിശാച് പരമകാരുണികനോട് അനുസരണയില്ലാത്തവനാണ്. പിശാചിനെയാണ് താങ്കൾ ആരാധിക്കുന്നത്. അത് അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. താങ്കൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്നു. യാ അബത്തി, എൻ്റെ പൊന്നു ഉപ്പ, ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ വതകൂന ലിശ്ശൈത്വാനി വലിയം. എൻ്റെ പിതാവേ, തീർച്ചയായും പരമകാരുണികനിൽ നിന്നുള്ള വല്ല ശിക്ഷയും താങ്കളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ താങ്കൾ പിശാചിന്റെ മിത്രമായിരിക്കുന്നതാണ് എന്ന് പറയുകയാണ് തൻ്റെ പിതാവിനോട്. സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്ത് നല്ല ഭാഷയിലാണ് പറയുന്നത്. പിതാവിൻ്റെ മറുപടി എന്താ? കാലാറാഗിബു അൻത നാലികതി യാ ഇബ്രാഹിം ലൈലം തൻതഹി ലാർജുമന്നക വഖ്ജുർനി മലിയം. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇബ്രാഹിം, നീ എൻ്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ? നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. കുറെ കാലത്തേക്ക് നീ എന്നിൽ നിന്ന് വിട്ടുമാറിക്കൊള്ളണം എന്ന് ഉപദേശിക്കുകയും നേർമാർഗത്തിലേക്ക് വരാൻ വിസമ്മതിക്കുകയും ചെയ്യുകയാണ്. കാല സലാമുൻ അലൈക്. തിരിഞ്ഞു പോകുമ്പോഴും നല്ല ഭാഷയിലാണ് പിതാവിനോട് സംസാരിക്കുന്നത്. കാല സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഖഫിയം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടാം. തീർച്ചയായും അവൻ എന്നോട് ദയയുള്ളവനായിരിക്കും എന്ന് പറയുകയാണ്. നമുക്ക് ഈ അവസ്ഥ വന്നാൽ സംരക്ഷിക്കാൻ ഏറെ ആളുകളുണ്ട്. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാമ സമുദായത്തിൽ ഒറ്റക്കായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ. എന്നിട്ടും ആ തൗഹീദ് ഉറക്കെ വിളിച്ചു പറയുക എന്ന ദൗത്യം നിർവഹിച്ചു. അത് നമ്മൾ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും ഏൽപ്പിച്ച് നമ്മൾ മിണ്ടാതിരിക്കുന്നതിന് പകരം വായയിൽ നിന്നും ചെവിയിലേക്ക് ഓരോരുത്തർക്കായി തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന ഉത്തമ പ്രബോധകരായി മാറണമെന്ന് ഇബ്രാഹിം മില്ലത്ത് നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിരുന്നു ആ പ്രവാചകൻ. ഇത് കാലലഹു റബ്ബുഹു അസ്ലിം, കീഴൊതുങ്ങുക എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമയോട് അദ്ദേഹത്തിന്റെ റബ്ബ് പറഞ്ഞപ്പോൾ കാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ എൻ്റെ രക്ഷിതാവിന്, സർവ്വലോകങ്ങളുടെ രക്ഷിതാവിന് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. മകനെ അറുക്കാൻ പറഞ്ഞു. മകനെയും ഭാര്യയെയും മക്ക മണലാരണ്യത്തിൽ കൊണ്ടുപോയാക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ട് തനിച്ചാക്കി തിരിച്ചു പോരുമ്പോൾ ഹാജറ ബിവി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, അള്ളാഹു കൽപ്പിച്ചിട്ടാണോ ഇവിടെയാക്കി പോകുന്നത്? അതേ എന്ന മറുപടി. എന്നാൽ പ്രശ്നമില്ല, ഞങ്ങൾക്കല്ലാഹു മതി എന്ന ഒരു വാചകത്തിൽ ആ രണ്ടുപേരുടെയും സംസാരം മുറിയുകയും 400 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ആ പ്രവാചകൻ തിരിച്ചു പോരുകയും ചെയ്തു. അവിടെ വീടില്ല, കൂടില്ല, തുണയില്ല, തണലില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല. വെറും മണലാരണ്യമുള്ള, വെറും മലകളും കുന്നുകളും മാത്രമുള്ള ആ മക്കയിൽ ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന കുഞ്ഞിനെയും ആക്കി തിരിച്ചു പോരാനുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ധൈര്യമെന്താണ്, ഫലമെന്താണ്? ഭാവിയെ പറ്റി പേടിയില്ല. കാരണം അത് റബ്ബേറ്റെടുത്തതാണ്. നമ്മുടെ എല്ലാവരുടെയും ഭാവി റബ്ബേറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭാവിക്ക് വേണ്ടി സമ്പാദിക്കുക, മക്കൾക്ക് വേണ്ടി, മകനും ഭാര്യക്കും വേണ്ടി എന്തെങ്കിലും അവിടെ ഉണ്ടാക്കി വിട്ടേച്ച് വരുമാനത്തിനൊരു തോട്ടം കൃഷി ചെയ്തു വലുതാക്കി ഈത്തപ്പനമരം വെച്ചു കൊടുത്തിട്ടല്ല ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു പോന്നത്. മറിച്ച് അല്ലാഹുവിന്റെ കൽപ്പന അത് ശിരസ്സ വഹിക്കുക എന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് അത് ചെയ്ത് തിരിച്ചു പോന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിൽ പ്രാർത്ഥനയ്ക്ക് മാതൃകയുണ്ട്. ഇത് കാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം
എൻ്റെ രക്ഷിതാവേ, നീ ഈ നാടിനെ മക്കയെ നിർഭയത്വമുള്ളതാക്കുകയും എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ. വിഗ്രഹങ്ങളെയും മറ്റു ശക്തികളെയും ആരാധിക്കുമ്പോഴാണ് നിർഭയത്വം ഉണ്ടാവുക. തൗഹീദിൽ നിന്നല്ലാതെ നിർഭയത്വത്തിൻ്റെ ഒരു ചെടി പോലും മുളച്ചു വരികയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹീമ ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും അവരുടെ സന്തതികളോട് ഇത് കീഴ്വണക്കം ഉപദേശിക്കുക കൂടി ചെയ്തു. എൻ്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. മക്കളെ, തൗഹീദ് ഉപദേശിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാൽ അള്ളാഹുവിനോട് കീഴ്പ്പെടുന്നവരായി മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടവരരുത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ പ്രവാചകന്മാരും ഇങ്ങനെ ഉപദേശിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ഈ ഉപദേശത്തിന് തുടക്കം കുറിച്ചത്. ഇനിയോ എന്തു ചെയ്താലും ആ പ്രവർത്തനം സ്വീകരിക്കപ്പെടുമോ എന്ന ഭയവും സ്വീകരിക്കപ്പെടണമെന്ന ആശയും ആ പ്രവാചകൻ വെച്ചു പുലർത്തിയിരുന്നു. ഇത് ഇബ്രാഹിം അൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിമും ഇസ്മായിലും കൂടി ആ ഭവനത്തിൽ കാബയുടെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭം അനുസ്മരിക്കുക. അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനാകുന്നു. റബ്ബിന്റെ കൽപ്പന പ്രകാരം നിർമ്മിക്കുന്ന ഭവനത്തിന്റെ പണി പകുതിയാക്കി ആ നിൽക്കുന്ന സമയത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഓരോ പ്രവർത്തനത്തിന്റെ കൂടെയും ഈ പ്രാർത്ഥന ചാലിച്ചു ചേർക്കണമെന്ന് ഇബ്രാഹിം മില്ലത്തിൽ നമുക്ക് കാണാം. പ്രാർത്ഥന സ്വീകരിക്കാൻ പോലും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ തഖബ്ബൽ ദുആ. എൻ്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കണമേ. എൻ്റെ സന്തതികൾപ്പെട്ടവരെയും അങ്ങനെയും അപ്രകാരമാക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ ദുആ. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, സ്വീകാര്യമായ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതിനു വേണ്ടത് എന്തൊക്കെയാണോ ചേരുക, അതിനൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കണം. ആ തൗഫീഖിന് വേണ്ടി പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അദ്ദേഹം നാടിന് നിർഭയത്വമുണ്ടാകാൻ, അതേപോലെ സന്തതികൾക്ക് വിഗ്രഹാരാധന വരാതിരിക്കാൻ, സന്താനങ്ങൾക്ക് നമസ്കാരം നിലനിൽക്കാൻ, ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നമ്മുടെ പ്രാർത്ഥന എന്തൊക്കെയാണ്? നമ്മൾ എന്താണ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്? നമ്മൾ എന്താണ് നാടിനു വേണ്ടി പ്രാർത്ഥിച്ചത്? നമ്മൾ എന്താണ് നാട്ടുകാർക്ക് വേണ്ടി ഇസ്ലാമികമായി ചെയ്തു കൊടുത്തത് എന്ന വിചിന്തനം ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വേണം. അല്ലാഹു തആല ഖുർആനിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് സ്വീകരിക്കാത്തവരെ കുറിച്ച് പറയുന്നത്, വമയ്യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. സ്വന്തം ആത്മാവിനെ മൂഢനാക്കിയവൻ, വിഡ്ഢിയാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അതിലേക്ക് പ്രവേശിക്കാതിരിക്കുക, അതിലേക്ക് പ്രവേശിക്കുന്നതിലേക്കുള്ള ത്യാഗത്തെ വിസ്മരിക്കുക. ഇതൊക്കെ ചെയ്യുന്നവൻ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ പടുവിഡ്ഢിയാണ്, മൂഢനാണ് എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. ഈ ലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്തെ അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരിക്കും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കീഴ്വണക്കം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗപ്രവർത്തനങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലുണ്ടായ പരീക്ഷണത്തോടുള്ള സമീപനം, ഇതൊക്കെ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ മില്ലത്തിലേക്ക് ചേർന്നു നിന്ന് അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമയെ ആദർശം കൊണ്ടും പ്രവർത്തനം കൊണ്ടും അനുധാവനം ചെയ്തു ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 പകലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി വളരെയധികം വളരെ കുറഞ്ഞ മണിക്കൂറുകളെ നമുക്ക് ദുൽഹജ്ജ് 10-നിടയിൽ ലഭിക്കുന്നുള്ളൂ. ധാരാളം കർമ്മങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ സാധിക്കും. ജമാഅത്ത് നമസ്കാരമാണെങ്കിലും ഇന്നത്തെ ജുമാക്കൊക്കെ സാധാരണ എല്ലാ വെള്ളിയാഴ്ചത്തെയും ജുമയെപ്പോലെയല്ല, നല്ലവണ്ണം പ്രതിഫലം കിട്ടുന്ന ദുൽഹജ്ജിലെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇരട്ടിക്കരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇനി നമുക്കുള്ളത് അറഫ നോമ്പാണ്. ഞായറാഴ്ചയാണ് ദുൽഹജ്ജ് 9-ന്. അഥവാ ഇവിടെ മാസം കണ്ടതനുസരിച്ച് ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് നോമ്പ് നോൽക്കേണ്ടത്. അറഫ അവിടെ എന്ന് നടക്കുന്നു എന്നതല്ല നോമ്പിൻ്റെ മാനദണ്ഡം. സൂമൂ ലിറുഇയതിഹി, നിങ്ങൾ മാസം കണ്ടതനുസരിച്ച് നോമ്പ് നോൽക്കുക. അഥവാ അതാത് പ്രദേശങ്ങളിൽ മാസം കണ്ടതനുസരിച്ചാണ് നോമ്പ് നോൽക്കേണ്ടത്. ഈ വർഷം വലിയ കൺഫ്യൂഷൻ അതിൽ വരുന്നില്ല. എല്ലാ വർഷവും അതിൽ വലിയ വൈരുദ്ധ്യങ്ങൾ വരാറുണ്ട്. ആ പെരുന്നാളിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ദുൽഹജ്ജ് 9-നാണ് അറഫ നോമ്പെടുക്കേണ്ടത്. അറഫ നോമ്പെടുത്താൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അല്ലാഹു തആല പുറത്തു തരും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ദുൽഹജ്ജ് 10-ന് പെരുന്നാളിൻ്റെ അന്ന് പെരുന്നാൾ നിസ്കാരവും കാര്യങ്ങളുമാണ്. ഇവിടെ 6:30 മണിക്കാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ പള്ളിയിലാണ് പെരുന്നാൾ നമസ്കാരം ഉണ്ടായിരിക്കുക. 6:30 മണിക്കാണ് പള്ളിയിലെത്തേണ്ടത്. 6:30 മണിക്ക് പള്ളിയിലെത്തിയിട്ട് 6:45-നാണ് നമസ്കാരം ഉണ്ടാവുക. ഒരു 1/4 മണിക്കൂറൊക്കെ തക്ബീർ ചൊല്ലാൻ സമയം കിട്ടും. അതിനെന്തു വേണം? രാവിലെ എഴുന്നേറ്റ് എല്ലാവരും നേരത്തെ ഉണരുക, എന്നിട്ട് നേരത്തെ ഒരുങ്ങുക എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ സമയത്ത് പള്ളിയിലെത്തി നമസ്കാരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കും. നമസ്കാരത്തിന് വരുമ്പോൾ കുളി സുന്നത്താണ്. പുരുഷന്മാർക്ക് സുഗന്ധം പൂശൽ സുന്നത്താണ്. ഒരു വഴിയിലൂടെ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വഴിയിലൂടെയാണ് തിരിച്ചു പോയത്. ഈ അടുത്തുള്ള ആളുകൾ വാഹനത്തിൽ വരാതെ നടന്നു വരൽ സുന്നത്താണ്. വഴിയിൽ കാണുന്ന ആളുകളോട് തിരിച്ചു പോകുമ്പോൾ സംസാരിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന സുന്നത്താണ്. ഇങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ നമ്മൾ സ്വീകരിക്കണം. പെരുന്നാൾ നമസ്കാരത്തിന് നേരത്തെ എത്തണം. പെരുന്നാൾ നമസ്കാരം സുന്നത്തായ നമസ്കാരമാണ്. അതാണ് പെരുന്നാളിലെ ഏറ്റവും വലിയ ആഘോഷം. ഒരു മഹല്ലിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുകയും ഒരു ഉത്ബോധനം കേൾക്കുകയും അവിടെ ഒരു നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് രോഗികളെ സന്ദർശിക്കാം, നമ്മുടെ കുടുംബ വീടുകൾ സന്ദർശിക്കാം. അന്നാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആവശ്യത്തിന് കഴിക്കുക എന്നതിലേക്ക് എന്ത് ചെയ്യണം? പെരുന്നാളിനെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഒരു 4 മണി മുതൽ അങ്ങോട്ട് കഴിച്ച ഭക്ഷണം ദഹിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരും. എവിടെ നിന്നാണെങ്കിലും എവിടുന്നും കഴിക്കാം, സന്തോഷത്തോടു കൂടി കഴിക്കാം. പക്ഷെ കഴിക്കുമ്പോൾ എല്ലായിടത്തുനിന്നും ഉച്ചയ്ക്ക് ഒരു നേരത്ത് കഴിക്കുന്നത് പോലെ 5 സ്ഥലത്തുനിന്ന് കഴിച്ച ആ ഉച്ചയ്ക്ക് കഴിക്കുന്നതിൻ്റെ 5 ഇരട്ടി കഴിക്കേണ്ടി വരും. 5-1 കഴിക്കുക. ഇനി എവിടുന്നൊക്കെ കഴിക്കാൻ തീരുമാനിച്ച് ലിസ്റ്റ് ചെയ്ത് അവിടുന്നൊക്കെ കഴിക്കാണ്ടുണ്ട് എന്ന ധാരണയോടുകൂടി 1-ാമത്തെ സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോൾ റെഡിയാവും. ഭക്ഷണം അത് പാകത്തിനാക്കണം എന്നുള്ളത്. പിന്നെ അന്ന് നടക്കേണ്ട ഒരു സംഗതിയാണ് ഉദ്ഹിയ്യത്ത്. ഇവിടെ 1-ാമത്തെ ദിവസം തന്നെയാണ് ഉദ്ഹിയ്യത്ത് നടക്കുന്നത്. ഉദ്ഹിയ്യത്തിൽ ചേർന്നവരും ചേരാത്തവരും എല്ലാവരും ഉദ്ഹിയ്യത്തിൽ സജീവമായി പങ്കെടുക്കണം. അതിൽ സഹായിക്കുമ്പോൾ തന്നെ ഒരാൾ ഉദ്ഹിയ്യത്തിൽ ചേർന്നിട്ടില്ല, അയാൾക്ക് അവിടെ സഹായിക്കാൻ പറ്റും. അങ്ങനെ വന്ന് അയാൾ സഹായിക്കുമ്പോൾ ഒരു നന്മയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നന്മ ചെയ്തവരുടെ പ്രതിഫലം അയാൾക്ക് കിട്ടും. അപ്പോൾ ഉദ്ഹിയ്യത്തിന് കാശ് കൊടുക്കാനല്ല, പക്ഷേ അതിൽ കൂടിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിൽ കൂടിക്കൊടുക്കുമ്പോൾ ക്യാഷ് കൊടുത്തു കൂടിയവൻ്റെ അതേ പ്രതിഫലം ഉദ്ഹിയ്യത്തറുക്കാൻ സഹകരിച്ചവർക്കുണ്ടായിരിക്കും എന്ന സന്തോഷം നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
പറയുന്നത് കർമ്മങ്ങളിൽ ഒരു ഹിർസ്, ഒരു താല്പര്യം നമുക്കുണ്ടായിരിക്കണം. എന്ത് പെരുന്നാൾ എന്ന് അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. പെരുന്നാളിന്റെ മുമ്പും പറയും, പെരുന്നാളിന്റെ ശേഷവും പറയും, അന്നും പറയും. അത് അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ നിസ്സാരവൽക്കരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ നിസ്സാരവൽക്കരിക്കും. പെരുന്നാൾ മനഃപൂർവ്വം ബോധപൂർവം ഉണ്ടാക്കി സന്തോഷിക്കേണ്ട ഒരു നിമിഷമാണ് പെരുന്നാൾ എന്ന് തിരിച്ചറിഞ്ഞ് അന്നത്തെ സന്തോഷം ഇരട്ടിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും അന്ന് കുടുംബകലഹങ്ങളോ സംസാരങ്ങളോ തലേന്ന് ഒരു തർക്കം വരുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളോ വീട്ടിലില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. സന്തോഷം നിലനിൽക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പെരുന്നാൾ ദുഃഖങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ നല്ല രൂപത്തിൽ ആഘോഷിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും എല്ലാവരെയും അല്ലാഹു തആല അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.